നമ്മൾ അപ്പോൾ റീ അപ്പോർഷൻമെൻറ്റിൻ്റെ കേസിൽ ആദ്യത്തെ മെത്തേഡ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പഠിച്ചു. നെക്സ്റ്റ് അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ചെയ്യുന്നതിൽ നോൺ റെസിപ്രോക്കൽ ബേസിസിലുള്ള സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്രോക്കൽ ബേസിസിൽ എങ്ങനെ ചെയ്യാം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും തിരിച്ചങ്ങോട്ടൊന്നും അവർ, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ എ ബിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബി തിരിച്ച് എക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ സാഹചര്യത്തിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുന്ന, അതുകൊണ്ടാണ് ഈ മെത്തേഡിൻ്റെ പേര് റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ബേസിസിൽ റെസിപ്രോക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ റീ അപ്പോർഷൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 3 മെത്തേഡുകളാണ് പറയുന്നത്: റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ആൻഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സോ ഈ 3 മെത്തേഡ് പ്രകാരവും നമ്മൾ പ്രോബ്ലം ചെയ്യാം. ഒരു സെയിം പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കാം. സെയിം പ്രോബ്ലം തന്നെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് 3 മെത്തേഡിലും ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ 3 മെത്തേഡുകളും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. സോ റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്, അതിനെക്കുറിച്ച് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് മെത്തേഡ്, ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ലിമിറ്റേഷൻ ഓഫ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ്. ദിസ് മെത്തേഡ് recognizes the fact that if a given department receives service from another department, the department receiving such service should be charged. If 2 departments provide service to each other, each department should be charged for the cost of services rendered by the other. There are 3 methods available. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ simultaneous equation method, repeated distribution method and trial and error method. Simultaneous equation method, under this method the true cost of the service department are ascertained first. ആദ്യം ട്രൂ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്. ദീസ് ആർ ദെൻ റീഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ പെർസെൻറ്റേജ്. അതായത് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യഥാർത്ഥ കോസ്റ്റ്, അതായത് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് ഇങ്ങോട്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്രയാണോ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ലാസ്റ്റ് അവർക്ക് ടോട്ടലി വരുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു യൂസിങ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ. ആ ഇക്വേഷൻസിലൂടെ നമ്മളത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇതാണ് പ്രോബ്ലം. എ കമ്പനി ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഈസ്: പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ 3 XYZ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ 2 P and W. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വന്നിട്ടുള്ള കോസ്റ്റ്, അതായത് അപ്പോർഷൻമെൻറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പ്രകാരം നമ്മൾ അപ്പോർഷൻമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 80,000, Y 70,000, Z 50,000. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ 23,400, W 30,000. The expenses of service departments are charged to the production department on the basis of service rendered as follows. Department P, എക്സിന് 20%, വൈക്ക് 40%, സെഡിന് 30% ആൻഡ് ഡബ്ല്യുവിന് 10%. ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു എക്സിന് 40%, വൈക്ക് 20%, സെഡിന് 20% ആൻഡ് പിക്ക് 20%. അപ്പോർഷൻ ദ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. സോ ഹിയർ ഇവിടെ നോക്കുക, നമ്മൾ പി എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേസമയം ഡബ്ല്യു പിക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പിൻ്റെ കോസ്റ്റ് 10% ഡബ്ല്യുവിന് അർഹതപ്പെട്ടതാണ്, അതേപോലെ ഡബ്ല്യുവിൻ്റെ കോസ്റ്റ് 20% പിക്കും അർഹതപ്പെട്ടതാണ്. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അവിടെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാരണം എന്താ വെച്ചാൽ സ്റ്റെപ്പ് ലാഡറിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത്
അതായത് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ആദ്യം എടുക്കുക. പിന്നെ അതിനുശേഷം തൊട്ട് താഴെയുള്ള, അതായത് അവർ തിരിച്ച് അങ്ങോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ ബേസിസിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 മെത്തേഡുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നത് പോലെയുള്ള ഒരു പ്രോബ്ലം. ഇവിടെ നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. ലെറ്റ് എക്സ് ബി ദ ടോട്ടൽ ഓവർ ഹെഡ്സ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി. ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയും ഡബ്ല്യു ആണുള്ളത്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ ഓവർ ഹെഡിനെ നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ ടോട്ടൽ ഓവർ ഹെഡിനെ വൈ എന്നും അസ്യൂം ചെയ്യുന്നു. സോ എക്സ് ആൻഡ് വൈ ഫോമിലാണ് നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, എക്സ് ഇസ് ഇക്വൽ ടു എന്താണ്, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ പിൻ്റെ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 23,400 ആണ്. പ്ലസ് അതിനോട് കൂടെ വൈൻ്റെ 20% കൂടെ ആഡ് ചെയ്യണം ആണല്ലോ, 20% ഓഫ് വൈ. അതേപോലെ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ്റെ ഒറിജിനലുള്ള കോസ്റ്റ് 30,000 ആണ്. പ്ലസ് 10% ഓഫ് എക്സിൻ്റെ കോസ്റ്റിൻ്റെ 10% ആഡ് ചെയ്യണം. സോ എക്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല, വൈൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതും അറിയില്ല. അവരുടെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള കോസ്റ്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എത്രയാണ് അവരുടെ ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 23,400 പ്ലസ് 0.2 വൈ. അത് ഫസ്റ്റത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു 30,000 പ്ലസ് 0.1 എക്സ്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് 0.2, 0.1 ഈ ഡെസിമൽ പോയിൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10x. എല്ലാത്തിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10x ഇസ് ഇക്വൽ ടു 2,34,000 പ്ലസ് 2y. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഒഴിവായി. ദെൻ 10y ഇസ് ഇക്വൽ ടു 3 lakh പ്ലസ് എക്സ്. 0.1 എന്ന് പറയുമ്പോൾ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 1x. അപ്പോൾ എക്സ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഫോമിലേക്ക് എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സിനെയും വൈനെയും ഒരേ സ്ഥലത്തേക്ക് എത്തിക്കണം. അതായത് ഇക്വേഷൻ്റെ ഈക്വൽ ടു സിമ്പിളിൻ്റെ ഒന്നുകിൽ ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാനാണ് ഒന്നുകൂടെ എളുപ്പം. അപ്പോൾ നോക്കുക, 10x മൈനസ് 2y ഇസ് ഇക്വൽ ടു 2,34,000. അത് മൂന്നാമത്തെ ഇക്വേഷൻ. ദെൻ മറ്റേ വൈൻ്റെ കേസിൽ നോക്കുക, വൈൻ്റെ കേസിൽ 10y അവിടെ തന്നെ ഉണ്ട്, എക്സ് അപ്പുറത്തെ സൈഡിലാണുള്ളത്. അപ്പോൾ ആ എക്സിനെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തുണ്ടാകും, ഈക്വൽ ടു സിമ്പിളിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് ആവും. സോ മൈനസ് എക്സ് പ്ലസ് 10y ഇസ് ഇക്വൽ ടു 3 lakh. അപ്പോൾ 3ഉം 4ഉം ഇക്വേഷനും കിട്ടി. ഇനി ഈ ഇക്വേഷനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് ക്യാൻസലായി പോകണം, എക്സോ അല്ലെങ്കിൽ വൈയോ ക്യാൻസലായി പോകണം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് രണ്ടും ക്യാൻസൽ ആവില്ല. അപ്പോൾ ക്യാൻസൽ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഇക്വേഷൻ 1നെ, അതായത് ഇക്വേഷൻ ഇവിടെ 3, 4, അതിൽ 4നെ എന്ത് ചെയ്യണം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളുടെ ഈ എക്സ് എന്നുള്ളത് 10x ആവും. അപ്പോൾ 10xും താഴെയുള്ള മൈനസ് 10xും അത് ക്യാൻസലായി പോവും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മുകളിലുള്ള ഇക്വേഷനെ, മൂന്നാമത്തെ ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 2 10y കിട്ടും. അപ്പോൾ മൈനസ് 10yയും പ്ലസ് 10yയും അത് ക്യാൻസലായി പോകും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ നാലാമത്തെ ഇക്വേഷൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് എക്സിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ, മൂന്നാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതാം. 10x മൈനസ് 2y ഇസ് ഇക്വൽ ടു 2,34,000. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് 10x പ്ലസ് 100y ഇസ് ഇക്വൽ ടു 30 lakh. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴാണ് ഇത് ക്യാൻസലായി പോവുക. കാരണം എന്താ വെച്ചാൽ 10xും മറ്റത് മൈനസ് 10x ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എക്സ് ഫുള്ളായിട്ട് ക്യാൻസലായി പോകും. വൈ എന്ത് സംഭവിക്കും, മൈനസ് 2y പ്ലസ് 100y. അപ്പോൾ 100ൽ നിന്ന് 2 കുറച്ചിട്ട് 100ൻ്റെ സിമ്പിൾ ഇടാം. അപ്പോൾ 98y ഇസ് ഇക്വൽ ടു 30 ലാക്കിൽ നിന്നും 2,34,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ പ്ലസ് ആണ്, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 32,34,000 കിട്ടും. സോ വൈ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 33,000 കിട്ടും. ഓക്കെ, അപ്പോൾ വൈ നമുക്ക് കിട്ടി 33,000. ഇനി ഈ വൈൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് എന്ത്
എക്സ് കണ്ടുപിടിക്കണം. സോ നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 3. മൂന്നാമത്തെ ഇക്വേഷനിൽ ഈ വൈൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 10x മൈനസ് 2y ആയിരുന്നു. അപ്പോൾ 2yൻ്റെ സ്ഥാനത്ത് വൈൻ്റെ വാല്യൂ ആയിട്ടുള്ള 33,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് 10x മൈനസ് 66,000 ഈസ് ഇക്വൽ ടു 2,34,000. സോ എക്സ് ഈസ് ഇക്വൽ ടു 3 lakh ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 30,000 കിട്ടി. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നാലാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നാലാമത്തെ ഇക്വേഷൻ എന്താണ്? മൈനസ് 10x പ്ലസ് 100 ഇൻറ്റു 33,000 ഇസ് ഇക്വൽ ടു 30 lakh. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു 30 lakh കിട്ടും. ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്കിവിടെ എക്സും വൈയും കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ എക്സ് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഇക്വേഷനിൽ വൈൻ്റെ വാല്യൂ കിട്ടിയത്. ഇനി നോക്കി നോക്കുക, വൈ ക്യാൻസൽ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ ആദ്യം കിട്ടുക എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് കിട്ടുക? വൈ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 50x മൈനസ് 10y ഇസ് ഇക്വൽ ടു 11,70,000 കിട്ടും. നാലാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതുക, ദാറ്റ് ഈസ് മൈനസ് എക്സ് പ്ലസ് 10y ഇസ് ഇക്വൽ ടു 3 lakh കിട്ടും. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ മൈനസ് 10y അതേപോലെ പ്ലസ് 10y അതെന്ത് ചെയ്യുന്നു? ക്യാൻസലായി പോകുന്നു. സോ അത് ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും 49x ഇസ് ഇക്വൽ ടു 14,70,000. സോ എക്സ് ഇസ് ഇക്വൽ ടു 30,000 കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൈൻ്റെ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കുക എങ്ങനെയാണ് ഇതിനെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ചെയ്യുക. ഇപ്പോൾ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ആണ്. അതേപോലെ വൈ എന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഓവർഹെഡ് ആസ് പെർ നമ്മൾ ഇങ്ങനെയാണ് ടേബിൾ വരയ്ക്കുക. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ ഇങ്ങനെയാണ് വരയ്ക്കുക. എക്സ് വൈ സെഡിൻ്റെത് ഓവർഹെഡ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുള്ളത് 80,000, 70,000, 50,000. ഇനി കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി, നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. ആ 30,000ൻ്റെ 90%, അതായത് 10% ആർക്കാണ്? 10% നമ്മൾ മറ്റേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുള്ളതാണ്. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 100%-ൽ 10% ഒഴിവാക്കിയാൽ ബാക്കി 90%. ആ 90% ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 30,000ൻ്റെ 90%-നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? ഏത് ഇക്വേഷൻ പ്രകാരം? 20:40:30, അതായത് 2:4:3. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ആ ഇക്വേഷൻ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രൊപ്പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 20% എക്സിനും 40% വൈക്ക്, 30% സെഡിന്, 10% ഡബ്ല്യുക്ക്. പക്ഷേ ഈ 10%-നെ നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഇവിടെ 90% ഓഫ് 30,000. 30,000ൻ്റെ 90% എത്ര വരിക? 27,000 ആണ് വരിക. ആ 27,000നെ നമ്മൾ 2:4:3 എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എക്സിന് 6,000 കിട്ടി, വൈക്ക് 12,000 കിട്ടി, സെഡിന് 9,000 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഡബ്ല്യുവിൻ്റെ കേസിൽ 20% ആണ് പിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ 20% ഒഴികെ ബാക്കിയുള്ള 80% എന്ത് കൊടുക്കണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 33,000 ആണ്. ആ 33,000ൻ്റെ 80% മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർക്ക് 4:2:2, അതായത് 40%, 20%, 20% ആണ്. അങ്ങനെയാണ്. അപ്പോൾ 4:2:2 എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ്ലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ ടോട്ടൽ ഓവർഹെഡ് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും നമുക്ക് കിട്ടി 92,200, 88,600 and 65,600.
ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം പ്രോബ്ലം ചെയ്യുക. ആദ്യം നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും, അതിനെ സോൾവ് ചെയ്യും. അങ്ങനെ എക്സിൻ്റെയും വൈൻ്റെയും, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പ്രൊപ്പോർഷനേറ്റ്ലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്നിട്ട് അവരുടെ ഓൾറെഡി കിട്ടിയിട്ടുള്ള പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഓവർഹെഡും പ്ലസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓവർഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം ചെയ്യാം. ഓക്കെ, ഇത് പ്രോബ്ലം നോട്ടിൽ എഴുതിയിട്ട് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ.